ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഗുരുവായൂരിൽ മേടിച്ചതാണ് കേട്ടോ താമര. 2 കളർ വാങ്ങി. ചുമപ്പ് ഇനി അടുത്ത പോകുമ്പോൾ ഞാൻ ചുമപ്പ് വാങ്ങിക്കും. അപ്പോൾ ഞാൻ ഇത് മരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു വീട് ക്ലിയർ ആവുകയാണെങ്കിൽ ഞാൻ ചെറിയൊരു അക്വേറിയം അതിൽ സെറ്റ് ചെയ്തിട്ട് ഇത് അതിൽ വെക്കണം എൻ്റെ ജീവിതത്തിലൊരാഗ്രഹമുണ്ട്. നടക്കുമോ എനിക്കറിയില്ല. ആഗ്രഹങ്ങളല്ലേ, നമുക്ക് എന്താ പറയുക, പലതും പറയാമല്ലോ, അതിന് കാശൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇത്. അപ്പോൾ എന്നും ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നു, കുറച്ച് നേരം ഇരുന്നു, തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ടു. അപ്പോൾ മൂർക്കനാടിൻ്റെ വെള്ളം വന്നിട്ടുണ്ട്, തുറന്ന് വിട്ടിട്ടുണ്ട്. പിന്നെ നാളേക്കുള്ള ചുക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. ഇപ്പം മേല് കഴുകാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ ചെയ്യാമെന്ന് ഓർത്തു. നിങ്ങൾ വിചാരിക്കുക എന്താ ഈ അന്തിക്കൊക്കെ കുറിയും ഇതൊക്കെ ഇട്ട്. കാരണം കടയിൽ നിന്ന് വന്നിട്ടേ തുണികൾ കഴുകിയിട്ട് അവിടെ പോകാമെന്ന് ഓർത്തിട്ടാണ്. പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം മേല് കഴുകാമെന്ന് ഓർത്തിട്ട്, അല്ലാതെ മേല് കഴുകിയാൽ ശരിയാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. എന്താ പറയുക, പനിയാണ്, ജലദോഷം, കണ്ണിൻ്റെ തടക്കത് കണ്ടില്ലേ, എല്ലാം ചീർത്തിരിക്കുന്നുണ്ട്. ഇന്നലെ ഈ കണ്ണിനുള്ളൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് വെച്ചു, രാവിലെ കഴിച്ചു, ഇന്നലെ രാത്രി കഴിച്ചു. ഇന്ന് രാത്രി കുടിക്കണം. നാളെ രാവിലെ പിന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഞാൻ പോകുമ്പോൾ വാങ്ങിക്കും. കാരണം അത് ഒരുപാട് കൊടുന്ന് വയ്ക്കാൻ പറ്റില്ല ആൻറ്റിബയോട്ടിക്ക്, പേടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറവുണ്ട്, സമാധാനം തന്നെയാണ്. കടയിൽ പിന്നെ ഞാൻ മാസ്ക് ഇട്ടു. കാരണം നമ്മൾ വിചാരിക്കുക എന്താ അറിയോ, ആർക്കും വരരുതെന്നുള്ളൊരൊറ്റ ചുരുപാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാരണം വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു തുമ്മല ചുമയോ വന്ന് നമ്മൾ കാരണം വന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത് പോയി മെഡിക്കൽ ഷോപ്പിൽ പോയി മാസ്കൊക്കെ വാങ്ങിക്കൊടുന്നു. അപ്പോൾ അതിൻ്റേതായിട്ട് ചെറിയ തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവരും ഭക്ഷണത്തിന് ശേഷമാണ് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കൽ. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണം ഇല്ലാതെ പണിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. എന്നെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കുമോ ഞാനാണോ തിന്നാത്തത്. ഞാൻ രാവിലെ ആദ്യമൊന്നും കുടിച്ചില്ല, ഇപ്പോൾ കുറച്ചായിട്ട് ഇടയ്ക്ക് കട്ടൻ കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ചായപ്പൊടി അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ശ്രീലക്ഷ്മിക്ക് കുറച്ച് ചോറ് വയ്ക്കും, അത് ഞാൻ അവളെ കടയ്ക്ക് കൊണ്ടുപോകുമ്പോൾ പാത്രത്തിലാക്കും, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ പൊതുവെ ഇറച്ചി മീൻ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. അമ്മ പോയതിനു ശേഷം പ്രത്യേകിച്ച് ഒരു നേരത്തെ ഇതുണ്ടായിരുന്നു അന്നം രാത്രി, അതുപോലും ഇപ്പം ഇല്ല. ഇതൊന്നും ഇല്ലാതെ ഞാൻ ആൻറ്റിബയോട്ടിക് 3 നേരം കഴിക്കുന്നത്. ചെറിയൊരു തളർച്ചയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അത് കാര്യമാക്കൂല. വെള്ളം നല്ലോണം കുടിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും കുറവുണ്ട്. ഒരു ഭയങ്കര ക്ഷീണമുണ്ട്. വെള്ളം വന്നിട്ടുണ്ട്, പിടിക്കണം. തുറന്നു വിട്ടിട്ടുണ്ട് ടാങ്കി. അപ്പോൾ അത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം വല്ലാതെ ഇല്ലാത്തൊരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാത്തിലും വരുന്ന സമയത്ത് പിടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞാൻ ചുക്കുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും. തിളച്ചതിന് ശേഷം കുറച്ച് ചായ ഉണ്ടാവിടെ ഇരിക്കണം. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് ഓർത്തിട്ട് ഇരിക്കുകയാണ്. കണ്ണിപ്പോഴും മെഴിയണില്ല കേട്ടോ, ക്ഷീണമുണ്ട്, ഭയങ്കര തളർച്ചയാണ്. ഒന്നാമത് ആൻറ്റിബയോട്ടിക് അല്ലേ. അമോക്സിലിന് പാരസിറ്റാമോൾ 650, പിന്നെ അലർജീൻ്റെ ഗുളിക ഞാൻ അപ്പം കഴിച്ചിട്ടില്ല, ഇനിയിപ്പം ഇന്ന് രാത്രി കഴിക്കണം. ഇന്ന് രാത്രി കഴിച്ചു. അപ്പോൾ കുറവുണ്ട്. എല്ലാവർക്കും മൂക്കിനാണ് ബാധിക്കുക. എനിക്ക് 2 കണ്ണിൻ്റെ തടം കണ്ടോ, അങ്ങനെ പൊള്ളയിട്ട് നിൽക്കുന്നു. കണ്ണാണ് നീർക്കെട്ടിയിട്ട് ഭയങ്കര തലവേദനയും ഇന്നലെ. ഇന്നിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൻറ്റിബയോട്ടിക്കൊക്കെ കുടിച്ചപ്പോൾ കുറവുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശ്രീലക്ഷ്മി ഇത് അവിടെ മൊബൈലും തോണ്ടി കുത്തിപ്പറിച്ചുകൊണ്ട് കുത്തിരിക്കുന്നുണ്ട്. അത് നേരം വെളുത്ത് വൈകുന്നേരം വരെ തന്നെ പരിപാടി. എന്തെങ്കിലും ഒരു അക്ഷരം പഠിക്കാൻ പറഞ്ഞാൽ നമ്മളെ അച്ഛനെയും അമ്മേനെയും വിളിച്ച് പറയും. ഒന്നും അറിയാണ്ടാത്തതിന് എൻ്റെ അച്ഛനെ അങ്ങനെയൊക്കെയുള്ള ഒരു വിളിയും കാര്യങ്ങളൊക്കെയാണ്. എന്താ ചെയ്യുക, ഓരോ സമയം നമ്മൾ വളർത്തിണ്ടാക്കും. നല്ല വഴിക്കാണ് ഇതുവരെ വളർത്തിണ്ടാക്കി. ഇന്ന് വരെ ഒരാളും നമ്മളെ തന്തയ്ക്ക് വിളിച്ചിട്ടില്ല. മരിച്ചു പോയ ആളാണ്. മരിച്ചു പോയ അച്ഛനെ ഇവൾ കണ്ടിട്ടില്ല. ആ അച്ഛൻ്റെ വീട്ടിലാണ് ഈ ഇരിക്കുന്നത്. എന്നിട്ടാണ് ആ അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്.
തിരിഞ്ഞടിക്കുക. എന്നാൽ അത് ഇഷ്ടമില്ലാത്തതാണ്. നമ്മൾ ഇത്രയും വളർത്തിണ്ടാക്കിയിട്ട് നമ്മളെ തിരിഞ്ഞടിക്കുന്ന സ്വഭാവം അച്ഛൻ്റെ അതേ സ്വഭാവമാണ്. എങ്ങനെ പോയാലും കിട്ടാതിരിക്കില്ലല്ലോ. ആ തനതായ ശൈലിയിലല്ലേ പോരുള്ളൂ. നമ്മൾ എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ. ഇപ്പം മേല് കഴുകാൻ പോവാണ്. ചുക്കുവെള്ളം തിളച്ച് ഇപ്പോഴേക്ക് ഇതിട്ട് ചുക്കുവെള്ളത്തിൻ്റെ മരുന്ന്. ഞങ്ങൾ പച്ചവെള്ളം അങ്ങനത്തെ ഒന്നും കുടിക്കൂല കേട്ടോ, പുറത്തുനിന്നൊന്നുമായി. ഞാൻ ഇവിടെ ഇത് ദാഹശമനി ഇത് ദാഹമുക്തി പറഞ്ഞിട്ട് ആ മരുന്ന് വാങ്ങി വെട്ടി തിളപ്പിച്ച് ആ വെള്ളം മാത്രമേ ഞങ്ങൾ കുടിക്കലുള്ളൂ. അല്ലാതെ അങ്ങനെ ജ്യൂസ് കണ്ടതൊന്നും ഞങ്ങൾ അവിടുന്ന് വന്നൊന്നും വാരി വലിച്ച് കുടിക്കാനോ അതിനോ പോക്കില്ല. ഒന്നാമത് വെള്ളം ലാസ്റ്റാണ്. മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള അസുഖങ്ങൾ കൂടുതലുള്ള സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുടിക്കുക. ഇനി അഥവാ എന്തെങ്കിലും കുടിക്കണം എന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒരു വിധം കയ്യിൽ കൊണ്ടുപോകും വെള്ളം. അല്ലാത്ത പക്ഷം അവിടെ വീട്ടിൽ വന്ന് കുടിക്കും. പിന്നെ ശ്രീലക്ഷ്മി ചായ കുടിക്കില്ല. അങ്ങനെയൊക്കെ ഒരു കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു മാസം ഇല്ല, സ്കൂള് തുറക്കാനായി തുടങ്ങി. എന്തെല്ലാം സാധനങ്ങൾ മേടിക്കണം, യൂണിഫോം ചേർക്കാൻ പോകണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം തന്നെ ടെൻഷനാണ്. എന്താ ഇപ്പം ചെയ്യുക, നമ്മളെ വിധിയാണ്. ടെൻഷൻ എടുക്കില്ല, നിവർത്തിയില്ലല്ലോ. എന്തായാലും ദൈവം ഇതുവരെയൊക്കെ കാത്ത് കൊണ്ടുപോയി, ഇനിയും കാക്കുമെന്നുള്ളത് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ഞങ്ങളെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മേല് കഴുകാനായിട്ട് പോവുകയാണ്. കഴുകിയിട്ട് വെള്ളം കുറച്ചും കൂടെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കാണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്തതിന് ശേഷം വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ താങ്ക് യു.